ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഉച്ചയായി, എല്ലാവരും ചോറൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പൊതിച്ചോറ് ചെയ്യാമോ എന്ന്. അപ്പോൾ പൊതിച്ചോറ് അതായത് ഇന്ന് അമ്മ വീട്ടിൽ ഇല്ലായിരുന്നു, നമുക്ക് വേറെ ബാങ്കിലും പിന്നെ വില്ലേജ് ഓഫീസിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ എനിക്കെല്ലാം അവസരം കിട്ടിയ ഒരു ദിവസമായിരുന്നു. അപ്പം ചെയ്യാൻ വേണ്ടി ചോറ് ഞാൻ റെഡിയാക്കി, കുറച്ച് കറികളും. അപ്പോൾ അതൊക്കെ നമുക്ക് തുറന്ന് കാണാം. അപ്പോൾ അഭ്യർത്ഥന പ്രകാരം ഞാൻ പൊതിച്ചോറ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിച്ചും കൂടെ കാണിക്കണം എന്നുള്ളത് എപ്പോഴും എൻ്റെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നതാണ്. അപ്പോൾ എന്തായാലും ചോറിൻ്റെ കൂടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. എനിക്ക് ഈ കഞ്ഞിവെള്ളം ഒത്തിരി കൊഴുപ്പോടെ കുടിക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചാണ്, കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കാണാം. അതിന് തട്ടിക്കൂട്ടിയാന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് എന്നാൽ ഒരുപാട് കറികളൊന്നുമില്ല, എന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് പോരായ്മകളൊക്കെ കാണും, നിങ്ങൾ പറയണമല്ലോ. എനിക്കിത് വൃത്തിയായിട്ട് കെട്ടാൻ അറിയില്ല, അതാണ് കുഴപ്പം. പൊതിച്ചോറ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് കെട്ടണം. ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയൊന്നും നല്ല വൃത്തിയായിട്ട് ഒതുക്കി കെട്ടണം. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിലെല്ലാം ചെറിയ ഇല ആയിപ്പോയി, ഇല വാട്ടി അതിലാക്കിയാണ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം എന്തൊക്കെയാണ്. ഇത് ഇന്നലെ മേടിച്ച ചൂര മീൻ കറി വെച്ചാണ് അതിൻ്റെ ചാറ് നടുക്കൊഴിച്ചത്. ഇത് മുട്ട വറുത്തത്. ഇത് കാബേജ് തോരൻ. ഇത് ഉരുളക്കിഴങ്ങ് തോരൻ. ഉരുളക്കിഴങ്ങ് എല്ലാവരും മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുമായിരിക്കും, ഇതിനകത്ത് തേങ്ങ ചേർത്തിട്ടില്ല. ഇത് അതിനകത്തിട്ട പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് വലിയ മത്തി വറക്കണം എന്നാണ് വിചാരിച്ചത്, അത് കിട്ടിയില്ല. അപ്പോൾ ഇത് പിന്നെ എന്താ പറയണ്ടേ, ഇത് നമ്മുടെ ഞാൻ എടുത്ത് കാണിക്കാം, ചമ്മന്തിയാണ്. ചമ്മന്തി മാങ്ങ ചേർത്ത് അരച്ചാണ്. ഇത് പത്തലമുളകില്ല, പത്തലമുളക് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. പത്തലമുളകില്ല. പിന്നെ മാങ്ങയും തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് അരച്ച ചമ്മന്തിയാണ്. പിന്നെ ഇതിൻ്റെ കാണിച്ചു തരാം, കുറച്ച് കുഴഞ്ഞു പോയി. ഇതിൻ്റെ അച്ചാറാണ്, ഞാൻ ഇട്ട് വെച്ച അച്ചാറാണ് ഇതിനകത്ത് കൂട്ടുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ്. അപ്പം ഇത് ഇത്ര നേരം ഇതിനകത്ത് കിടന്നിട്ട് ആ സ്മെല്ലും ഒക്കെ വന്നിട്ട് ഇപ്പം എനിക്ക് എന്താ പറഞ്ഞാൽ നല്ല കൊതിയായി. എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും അനുവാദത്തോടെ ഞാൻ കഴിക്കുവാണ്. ഞാനിതുവരെ ചോറിനും കഴിക്കുന്ന ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചോറ് ഇങ്ങനെ വാരത്തിനൊക്കെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരുടെ അനുവാദത്തോടും കൂടെ എല്ലാവർക്കും ഓരോ ഉരുള ഞാൻ നീട്ടാം, ഇതെൻ്റെ കൂട്ടുകാർക്ക്. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ കറികളും കൂടെ മിക്സ് ആക്കിയിട്ട്. അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇട്ടില്ല നേരത്തെ. ഇത് മുട്ട. ഇതാണ് ഇന്നത്തെ ചൂരമീൻ കറിയുടെ. ചമ്മന്തി മാങ്ങ നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജ് തോരൻ. ഇത് കുട്ടൻ മീനാണ് കേട്ടോ, വറുത്തത് കുട്ടൻ മീൻ. നമുക്ക് ചോറ് കഴിക്കുമ്പോൾ മുളകില്ല. അങ്ങനെ മുളകൊക്കെ നമ്മൾ സെപ്പറേറ്റ് അരക്കുമായിരുന്നു, ഇന്നിപ്പം അത് അരക്കാനായിട്ട് പറ്റില്ല. ഇത്രയും കൂട്ടങ്ങളും ഇത് നല്ല റേഷനയുടെ ഒരു ചോറ്. ഓക്കെ, ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ന ലെങ്ത് കൂടും. അപ്പം ഇന്നിപ്പോൾ പൊതിച്ചോറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ തൃപ്തിയാണ്. നമുക്ക് 2 കൂട്ടം കറി, 1 കൂട്ടം കറി ആണെങ്കിൽ മതി. ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഇത്രയും കറി ഇതാക്കിയാണ്. കറികളെന്ന് വെച്ചാൽ ചാറ് കറിയൊന്നുമില്ല. നമ്മുടെ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാം ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ.